ഹലോ. ഹലോ, ലിയാഖത്തല്ലേ? അതെ. ഇപ്പൊ സംസാരിക്കാവുന്ന സമയമാണോ? കുഴപ്പമില്ല. അപ്പം ഞാൻ നിങ്ങൾ പറയുന്ന ഈ പല കാര്യങ്ങളോടും പണ്ട് മുതലേ എന്താ പറയുക യോജിച്ചു പോകുന്ന ഒരാളാണ്. ഉം, പിന്നെ അതെനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയത് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്നായിരിക്കണം. ഉം, ഉപ്പയും കുറേ ഒരു ഫ്രീ തിങ്കർ ആയിരുന്നു. ഉം, ഇപ്പോൾ ആദ്യം ഒരു നല്ല കാര്യം ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളെ പോലത്തെ കുറേ ഫ്രീ തിങ്കേഴ്സും എക്സ് മുസ്ലിംസിൻ്റെ ഒക്കെ അത്യാവശ്യം സമയം ഉം, കിട്ടുമ്പോൾ കാണുന്ന. ഉം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറെ കൂടി സോഫ്റ്റർ ആണ്. ഉം, അതൊരു ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഉം, ഇപ്പം ആ മതത്തിൽ ജനിച്ച് പോയത് കൊണ്ട് ആ മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലും നിങ്ങളൊക്കെ ഉം, പറയുന്നത്, ഉം, അത് നിങ്ങൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കാണുക. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ, ആരും നമ്മൾ വേദനിപ്പിക്കണ്ടില്ലല്ലോ. ഉം, പിന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതിന് ലേഖകത്തിൻ്റെ ഒരു അഡ്വൈസും കൂടി കിട്ടാൻ വേണ്ടിയാണ്. ചിലപ്പോൾ എന്നെ പോലെ പല ആൾക്കാരും ഉണ്ടാവും. നമ്മളെ നന്നാക്കാൻ വേണ്ടി പലരും എപ്പോഴും വരും. ഉം, ഒന്ന് കൂടെ പള്ളി കൊണ്ടുപോകാനും ഉം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉം, എല്ലാം ആയിട്ട്. ഉം, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാറുണ്ട്. ഉം, അപ്പോ ഇപ്പോ വേറൊരു പ്രശ്നം വരുന്നത്, ഏഹ്, ചില ചില ആൾക്കാർ നമ്മളോട് എന്താ പറയുക ഒരു ആർഗ്യുമെന്റിന് വരും. ഉം, അവരാണ് ശരിയെന്ന് പറയും. അപ്പോൾ ഉം. ഒരു ബേസിക് ഒരു എങ്ങനെ നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, നമ്മൾ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മദ്രസയിൽ പഠിപ്പിച്ച അത് ഓരോ രീതി? ആളുകളുടെയും പിന്നെ ബോധ്യങ്ങൾ മീൻസ് ഓരോ ആളുകൾ വിശ്വാസത്തില് വിള്ളലുണ്ടാവുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തില് സംശയം ഉണ്ടാവാനുള്ള സാഹചര്യം വ്യത്യസ്തമായിരിക്കും. ഓരോ ആളുകൾക്ക് ഓരോ ആംഗിൾ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആംഗിളിലാണ് ഞാൻ ഈ മതത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതും. ഉം, അത് നമുക്ക് ഇന്നത്തെ കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രായോഗികമല്ലാത്ത ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആ. അതില് നമുക്ക് നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറെ പോയിന്റുകൾ ഉണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ നടത്തിയ നമ്മളെ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഉണ്ടാവും. അല്ല, ഇത് ഇപ്പൊ ഓരോ ആളുകൾക്കും ഇവരിപ്പോ എപ്പോഴും വ്യത്യസ്തമായിരിക്കുമല്ലോ. പറയുന്നത് നബിയാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെയാണ്? അവരോട് ചോദിക്കാതെ എങ്ങനെയാണെന്ന്. കാരണം അപ്പൊ അവർക്ക് അവരുടെ ന്യായങ്ങളാണ്. ആ ന്യായങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഒരു സാമൂഹ്യ ബോധത്തിൽ അതൊക്കെ വാലിഡ് ആണോ എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാള് 9 കല്യാണം 10 കല്യാണം ഒക്കെ കഴിക്കാം. ഉം, അത് എന്ത് റീസണിന്റെ പേരിലായാലും അറ്റ് എ ടൈം 8 ഭാര്യമാര് 9 ഭാര്യമാര് ഉം, ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു വലിയ സംഭവമായിട്ട് കാണുന്നുണ്ടോ? ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം. അതായത് നമ്മൾ ഒരു ഭാര്യ കുട്ടി കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെ ഉം, സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഭാര്യ, അവരുടെ ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻ പോലെ തന്നെ അവരുടെ ഇമോഷൻ പ്രധാനമാണല്ലോ. ഉം, അപ്പം ആ ഒരു ഫാമിലി ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, ഇന്നത്തെ കാലത്തെ മനുഷ്യരെ സംബന്ധിച്ച് എത്ര വലിയ ദീനിയാണെങ്കിലും മകളെ കല്യാണം കഴിച്ച ഭർത്താവ് വേറെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഈ ദീനിയായ വാപ്പാന്റെ സ്വഭാവം മാറുമില്ലേ? ഉം, എന്തുകൊണ്ടാ മാറുന്നത്? അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഉം, അപ്പൊ അന്ന് മുഹമ്മദ് നബി അതൊരു മാതൃക. അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഉം, മനസ്സിലാകാവുന്നത്. ഇനി ഉം, അതിനപ്പുറത്തേക്ക് മുഹമ്മദ് നബിയെ മാതൃകയാക്കാനേ പറ്റില്ല എന്ന് ഖുറാനാ പറയണേ. ഒരു ഭാഗത്ത് ഓ, പറയണു നിങ്ങൾക്ക് അതിന് ഉത്തമ മാതൃകയുണ്ടെന്ന്, ഉം, വേറൊരു ഭാഗത്ത് പറയുന്നു ഇത് പ്രവാചകന് മാത്രമുള്ള പ്രത്യേക അനുവാദമാണ്, ആണ്. നിങ്ങൾക്ക് ആ. ഇല്ലാന്ന്. അപ്പൊ ഒരാളെ മാതൃകയാക്കാൻ വന്നിട്ട് ഇപ്പൊ ഒരാളെ മാതൃകയായിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ പ്രതിഷ്ഠിച്ചിട്ട് നിങ്ങളോട് പറയാണ് ഇയാളിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട് എന്നിട്ട് പറയാണ്, പക്ഷെ ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ഇയാൾ ചെയ്യണ പോലെ ചെയ്ത് അയാൾക്ക് മാത്രമുള്ള പെർമിഷനാണ്. ഓ, ഉദാഹരണത്തിന് 9 ഭാര്യമാര് ഒരാൾക്ക്, ആ. മുസ്ലിമായ ഒരാൾക്ക് പറ്റില്ലല്ലോ ഒരേ സമയത്ത്. അല്ല, അതിപ്പോ നമ്മളെ ഇന്ത്യയിൽ അതിനുള്ള നിയമ വ്യവസ്ഥ അലൗ ചെയ്യില്ലല്ലോ. നിയമം പോട്ടെ, നമ്മുടെ നിയമം പോട്ടെ. ആ, ഞാൻ പറയുന്നത് നമ്മളുടെ മാനസികമായിട്ട് നമ്മളുടെ ഒരു ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാട്. പറ്റില്ല. ആ ഉം, അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ചെയ്തികളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? ഉം, ലളിതമാണ്. ആ, അതേപോലെ തന്നെ ഇപ്പം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന ഈ അടിമത്തം തുടക്കത്തിൽ പറയാൻ കാരണം വെച്ചാൽ എന്റെ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് അതായിരുന്നു. ഉം, സ്ലേവറി എങ്ങനെയാണ് ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ്. ഉം, അങ്ങനെ ആരാധിക്കാൻ വേണ്ടി പിന്നെ കറമല്ലാഹു ബനി ആദം, ഇതാണ് ഒരു പോയിന്റ്. ആദമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അങ്ങനെ അള്ളാഹു ബഹുമാനിച്ച ഒരു ജനതയിൽ നിന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ ഉടമസ്ഥതന് കീഴിൽ എങ്ങനെ വരിക? ഉം, വിൽക്കാം, വാങ്ങാം, ചന്തയിൽ കൊണ്ടുപോയി കൈമാറ്റം ചെയ്യാം, വില പറഞ്ഞ് ഉറപ്പിക്കാം. അതിന്റെ മുകളിൽ അവരുടെ എല്ലാ തരത്തിലുള്ള അവകാശമാണ്. പിന്നെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്ത്രീകളെ വേശ്യ എന്ന് വിളിക്കുന്ന ആളാണ്. ഇഷ്ടം പക്ഷെ പോലെ അതിന് ഹദീസ് ഉണ്ട്. തെളിവുണ്ടോ ആ പറയുന്ന അതിഷ്ടം പോലെ ഹദീസുകളുണ്ട്. സുഗന്ധം അതെന്തുകൊണ്ടാ പൂശി അതിന്റെ സുഗന്ധം അതിന്റെ പൂശി
എന്ത് അതെന്തുകൊണ്ട് അങ്ങനെ സുഗന്ധം വിളിക്കാൻ പൂശി സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വേശ്യകളാണ്. നമ്മൾ ആ ലിപ്സ്റ്റിക് ഇട്ട് പോകുന്നവർ വേശ്യകളാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ അയാളുടെ ധൈര്യം എന്താണ്? ഓക്കെ. ഒരു സ്ത്രീ സ്വന്തം കല്യാണോ മറ്റൊരു സ്ത്രീയുടെ കല്യാണം നടത്തി കൊടുത്താല് അത് അഭിസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അപ്പൊ ഖദീജേനെ മുഹമ്മദ് നബീനെ ഖദീജ അങ്ങോട്ടാണ് കല്യാണം ആലോചിക്കുന്നത്. ഉം. ഖദീജക്കാണ് ഇഷ്ടപ്പെടുന്നത്, ഖദീജയാണ് ഇഷ്ടം പറയുന്നത്, ഖദീജ കല്യാണം ആലോചിക്കാൻ പറഞ്ഞയക്കുന്ന ഒരു പെണ്ണിനെയാണ്. ഉം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പക്ഷേ സാമൂഹ്യ രാഷ്ട്രീയ നിയമത്തിലേക്ക് വന്നാല് ഇപ്പം ഉം. ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ ഒരു പ്രദേശത്തിന്റെ അധികാരം കൈയാളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരാള് ആ ജനതയിൽ തന്റെ വിശ്വാസത്തെ സ്വീകരിക്കുന്നവരോ അല്ലാത്തവരോ ആയിട്ട് വിഭജിച്ചിട്ടല്ലല്ലോ രാജ്യം ഭരിക്കുക. പക്ഷെ അത് പണ്ട് ഏതൊരു എന്താ പറയാ രാജഭരണത്തിലും ആ ഒരു രീതി ആയിരുന്നില്ലേ? ഏത് അതായത് രാജഭരണത്തിൽ ഉണ്ടാവുന്നത് മുഹമ്മദ് നബിക്ക് സ്വീകരിക്കാൻ ആ പറ്റുമെങ്കിൽ നമുക്കിപ്പം ഹിറ്റ്ലറൊക്കെ മാതൃകയാക്കാൻ പറ്റൂലേ? ഓക്കെ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാൻ ഇസ്ലാമിന്റെ അവകാശവാദം വെച്ചിട്ട് പറ്റൂലല്ലോ. കാരണം പറ്റില്ല. കറക്റ്റ്. അത് ആ ശരിയാണ്. ഇപ്പോ ഇവര് പറയുന്ന പല കാര്യങ്ങളും നന്മ തിന്മകൾ വ്യവച്ഛേദിച്ചറിയാനുള്ള വ്യവസ്ഥിതി ഉം. കാലങ്ങളായിട്ട് കൊടുത്തയക്കുകയും അതില് കാലക്രമേണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നെ അതിന്റെ ഒരു അന്തിമമായ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചു എന്നാണല്ലോ. അപ്പൊ അതെ. അന്തിമ വേദഗ്രന്ഥവും അന്തിമ ശരീഅത്ത് നിയമവും പ്രവാചകനും. നിലവിൽ വന്നാൽ, അന്തിമ ഉം. മാതൃക നിലവിൽ വന്നാൽ പിന്നെ കാലഘട്ടം എന്ന് പറയാനുള്ള അവകാശമല്ല. ഉം. കാലഘട്ടത്തിന്റെ പ്രശ്നമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പുതിയ കാലത്ത് പുതിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പുതിയ കാലത്ത് പുതിയ ധാർമ്മിക മൂല്യങ്ങളുണ്ട്, പുതിയ ഉം. നിയമങ്ങൾ ആവശ്യമുണ്ടല്ലോ. ഇപ്പൊ ഇന്നത്തെ ഉം. കാലത്താണ് ഒരു പ്രവാചകൻ വരണമെങ്കിൽ അടിമത്തം അനുവദിക്കുവോ? ഉം. യുദ്ധത്തിൽ അല്ല പോയിട്ട് ഇപ്പൊ യുദ്ധം സംഭവിച്ചു അടി എന്ന് വിചാരിക്കാം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പുറത്തെ രാജ്യത്ത് അല്ലെങ്കിൽ അപ്പുറത്തെ പ്രദേശത്തുള്ള മനുഷ്യരെ മുഴുവൻ ബന്ദികളാക്കി വിലങ്ങണിച്ചോ അല്ലാതെയോ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് പറ്റില്ല. പറ്റില്ലല്ലോ. അപ്പൊ അതിലെന്ത് മാതൃകയുള്ളത്? ഇപ്പൊ ഉം. നരേന്ദ്രമോദിക്ക് മുഹമ്മദ് നബിയിൽ എന്ത് മാതൃകയുള്ളത്? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ? ഉം. നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാൽ പാകിസ്ഥാനത്തെ മുഴുവൻ ആണുങ്ങളെയും ഒന്നീ കൊല്ലുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ബന്ദികളാക്കി കൊണ്ടുവരികയോ എന്നിട്ട് അവിടുത്തെ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ എണ്ണീട്ട് ഇന്ത്യൻ സൈന്യത്തിന് വീതിച്ചു കൊടുക്കുകയോ ചെയ്യാൻ പറ്റുമോ? ഉം. എന്ത് മാതൃക? ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ എന്ത് മാതൃകകള്? പിന്നെ സാമൂഹ്യ വിഷയം ഇപ്പൊ ഇസ്ലാമിലെ വലിയൊരു സംഭവമായിട്ട് പറയുന്നതാണ്, സാമൂഹ്യ ഇതായിട്ട് പറയുന്നതാണ് സക്കാത്ത്. ഉം. സക്കാത്ത് മുഹമ്മദ് നബി നടപ്പിലാക്കിയത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഒരു എന്താ പറയുക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമായിട്ടാണ്, പൗരന്മാരുടെ അല്ലെ. ഉം. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ സമ്പത്തിൽ നിന്ന് 2% മേടിച്ച് 2-2.5% മേടിച്ചിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. ഉം. ഇതിനകത്ത് മതത്തിന്റെ ഫിൽട്ടർ ഉണ്ട്. ഉം. ഈ സക്കാത്തിന്റെ പണം മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്ക് കിട്ടുമോ? ഉം. കിട്ടൂലല്ലോ. അതിനവര് പാടില്ല. പറയുന്നത് അവരത് കൊടുക്കാനും ബാധ്യതയില്ലാന്ന്. അതുകൊണ്ട് കാര്യമില്ല. ഉം. അവര് വേറെ രീതിയിൽ ജിസിയ എന്ന് പറഞ്ഞ വേറെ നികുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ സക്കാത്ത് അല്ലെങ്കിൽ ജിസിയ ആ സക്കാത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു എമൗണ്ട് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ സക്കാത്ത് പാടില്ല എന്നാണല്ലോ ആ സക്കാത്ത് മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങൾക്ക് പാടില്ല, അപ്പൊ കൊടുക്കാൻ ജിസിയ പാടില്ല. കൊടുക്കാം. ജിസിയ ആർക്ക് കൊടുക്കുന്നത്? ജിസിയ ഈ മുസ്ലിങ്ങൾ ഗവൺമെന്റ് അങ്ങോട്ടാ കൊടുക്കണേ, ഓ ഇങ്ങോട്ടല്ല. ഓ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ മുഹമ്മദ് നബിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ വയലു പറയുന്ന ഒരു സംഭവം, 2 ഖുർആൻ വചനങ്ങളാണ് പറയാ ദീനിൽ ബലാത്കാരമില്ല എന്ന് പറയാൻ. 1 ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് മക്കയിൽ പറഞ്ഞത്, ഉം. 2 ലായിക്രാഫിദ്ദീൻ എന്ന് മദീനയിൽ പറഞ്ഞത്. പക്ഷെ മൂന്നാമത്തത് എന്താ അതിന്റെ അർത്ഥം? ലായിക്രാഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൽ ബലാത്കാരമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. ആ അപ്പൊ ഇത് രണ്ടും പറയുന്ന പശ്ചാത്തലം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മദീനയിലെ ആദ്യ ഘട്ടത്തിലാണ്. ഇത് ഉം. കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി പിന്നെ പറയുന്നത് മക്കയിലും മദീനയിലും ഹറമിലും ഉം. അവിടെ മറ്റുള്ള ആളുകളുടെ ഇപ്പൊ ഉദാഹരണത്തിന് മക്കം ഫത്തഹിന് ശേഷം അവിടെ ഫോഴ്സ്ഫുള്ളി അവരുടെ ആരാധന സ്വാതന്ത്ര്യം നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഉം. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ പിന്നെ കഅബത്തെ വിഗ്രഹങ്ങൾ തച്ചുടക്കാൻ മുഹമ്മദ് നബിക്ക് എന്താ അധികാരം? ഉം. അപ്പോ അവിടെ മാത്രമല്ല, ഈ പരിസരത്തൊന്നും വിഗ്രഹാരാധകരെ അനുവദിച്ചില്ല. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം പ്രഖ്യാപനം ഉം. തന്നെ ഉണ്ട്. അല്ല അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ചോയ്സ് ഉണ്ട് പള്ളിയിൽ പോകണോ അമ്പലത്തിൽ പോകണോ എന്നുള്ള. ഇപ്പം ഒരു മുസ്ലിമായ ഞാനിപ്പോ പള്ളിയിൽ പോയില്ല എന്നോ അല്ലെങ്കിൽ നോമ്പെടുത്തില്ല എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കും എന്തുകൊണ്ട്. പക്ഷെ ആ പ്രശ്നം എന്റെ മറ്റുള്ള നോൺ മുസ്ലിം ഫ്രണ്ട്സിന് ഇല്ല. ഇല്ല. അവൻ പള്ളിയിൽ അത് പോയോ എന്താന്ന് അമ്പലത്തിൽ വെച്ചാൽ അത് ഈ പറഞ്ഞതുപോലെ ഈ മതത്തിനെ ഈ രീതിയിലാണ് ഇവര് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. കാരണം
ഇത് ഭയങ്കര നമ്മൾ MLM പോലത്തെ ഒരു പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ അയൽവക്കക്കാരന് ചോദിക്കും എന്താണ് ഇജ്ജ് പള്ളിയിൽ പോകാത്തത്? ഉം. അതെ, അതാണ് പ്രശ്നം. അയൽവക്കക്കാരന് ഒരു ഞാൻ കാര്യമില്ല. നോമ്പ് എനിക്കൊരാളോട് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് നോമ്പ്. എനിക്ക് ആ ഡിസ്കഷൻ വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയും എനിക്ക് നോമ്പ് തന്നെയാന്ന് പറയും. ഉം. ഞാൻ ജുമാക്ക് പോയി എന്ന് പറയും. എനിക്ക് ഇത് കാരണം ഈ ഇത് തലവേദന ചോദിക്കാൻ പാടില്ല എന്നുള്ള അതാണ് കാര്യം പോലും മീൻസ് ഇതൊക്കെയാണല്ലോ നമ്മളിപ്പോ ആലോചിക്കുന്നത്. സിവിക്സ്. അതെ അതെ ഒരു സിവിക് സെൻസില് അല്ലെങ്കിൽ ഒരു പൊതു മാന്യത എന്ന് പറഞ്ഞ സാധനത്തില് മറ്റുള്ളവന്റെ വ്യക്തിപരമായ കാര്യത്തിൽ കയറി അതെ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണല്ലോ. ഉം, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ജോലി എന്ന് ചോദിക്കുന്നത് പോലും പല സ്ഥലങ്ങളിലും പാടില്ല. മോശമാണ്. അതെ, ഇപ്പൊ അത് മോശമായിട്ടാണ് അയാളെ കാണുന്നത്. അളക്കാണ്, അയാളുടെ അളക്കാൻ അത് അയാളുടെ വേണ്ടിയിട്ടാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ, അത് ചോദിക്കേണ്ട അതെ കാര്യം നമുക്കില്ലല്ലോ. ഉം, അപ്പോ ഈ രീതിയിൽ പക്ഷെ മതം ഇവരെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് വെച്ചാല് ഒരു ഉമ്മത്ത് എന്ന രീതിയിൽ കുറെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഉം, ഉമ്മത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഓരോ ആൾ അതേ സമയത്ത് ഇത് തമാശ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അയൽവക്കക്കാരൻ ചോദിക്കണം പള്ളിയിൽ പോകുന്നില്ല, എന്താ പള്ളിയിൽ പോവാത്തെ, ഇതൊക്കെ ചോദിക്കണം. ഉം. അതേ സമയത്ത് ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടാൽ അത് മറച്ചു പിടിക്കും വേണം. ഹദീസ് ഉണ്ട്. ഒരു ആള് ഇപ്പൊ ഒരാൾ നിസ്കരിക്കുന്നില്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾ തീരെ അനുസരണ കാണിക്കുന്നില്ല, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നെ എന്താ പറയാ, അത് ചർച്ച ചെയ്യും, അത് ആൾക്കാർ സംസാരിക്കും, ആളുകൾ ഇടപെടുകയൊക്കെ ചെയ്യും. ഉം, അതേ സമയത്ത് ന്യൂനതകൾ കാണുകയാണ്. ഇപ്പൊ ഒരാൾ ഒരു ഹറാം ചെയ്യുന്ന കണ്ടാല് അത് ഉം, വ്യക്തിപരമായിട്ട് പേഴ്സണൽ ആയിട്ട് ഉപദേശിക്കാൻ മാത്രമേ പാടുള്ളൂ. അത് ഉം, ഞാനിത് ഖലീഫ എടുത്ത് പരാതി പറയും, ഇന്നൊരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു, അത് ഞാൻ പരാതി പറയുന്നു പറഞ്ഞപ്പോ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നബി അത് വിലക്കിയിട്ടുണ്ട് എന്നാണ്. ഉം. അയാളുടെ ന്യൂനത മറച്ചു വെച്ചാല് അള്ളാഹു അവിടെ വന്ന് നമ്മളെ ന്യൂനത മറച്ചു വെക്കുന്നതാണ്. മാഷറിയില്ല. ആ. അല്ല, അപ്പൊ എനിക്ക് ഇതേപോലെ കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരാള് എന്നെ നന്നാക്കാൻ നോക്കി, എന്റെ പിന്നാലെ കൂടി. ഉം, ഒരു ദിവസം അയാള് എന്നെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുപോയി. ഉം, അപ്പോ ഞാൻ കുറെ ഒഴിവാക്കി. അപ്പൊ അവസാനം ഒരു ദിവസം അയാളോടുള്ള ബഹുമാനത്തിന്റെ മുകളിൽ ഉം, ഒരു മാന്യതയിൽ ഞാൻ പോയി അയാളോട്. പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ വന്നതാണ്, ഇനിയിപ്പോ എനിക്ക് എന്നെ വിളിക്കരുത് ദയവേത് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്ത് അതാണെങ്കിൽ മറ്റു സ്ഥലത്ത് അയാൾ ചെയ്ത കാര്യങ്ങൾ മൊത്തം എനിക്ക് എന്താ പറയാ അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യമാണ്. അതാണ്. അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ട്, പക്ഷെ അയാൾ ഓഫീസിലുള്ള ഒരു പെണ്ണിന്റെ കൂടെയാണ് എപ്പോഴും 2 മണിക്കൂർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അത് എന്റെ വൈഫിന് പോലും അത് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവില്ല, ഞാൻ എല്ലാ ദിവസവും ജോലി സ്ഥലത്തേക്ക് ഒരു കൊളീഗിന്റെ കൂടെ പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പോ അയാൾക്കത് പ്രശ്നമില്ല. അപ്പൊ അവിടെ മതപരമായിട്ട് വിലക്കുണ്ടായിട്ട് അയാൾ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവര് ഈ ഹറാമ് ചെയ്യും, എന്നിട്ട് മറ്റുള്ളവരുടെ വിശ്വാസ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള, ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് ഈ കണിശത ഉണ്ടാവും ചെയ്യൂല. അത് ഈ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചിട്ടയാണ്. നിങ്ങൾ എന്താണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യൽ മുസ്ലിമിന്റെ ബാധ്യതയായിട്ട് വെച്ചിരിക്കുകയാണ്. അതെ. അല്ല, ഞാനിതിൽ നിന്ന് എനിക്ക് മാറി ചിന്തിക്കാൻ തോന്നാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങളെ പൊളിറ്റിക്കൽ സോഷ്യൽ എന്ന് പറഞ്ഞ പോലെ എനിക്ക് മാനുഷികമായ ചിന്തയായിരുന്നു. അവിടെ എനിക്ക് പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവിടെയാണ് പിന്നെ ഈ പറയുന്ന താടിയുള്ളതും ഈ പറയുന്ന ഈ നന്നാക്കാൻ നടക്കുന്ന ആൾക്കാരുടെ ഒന്നും എനിക്ക് മാതൃകയാക്കാൻ പറ്റിയിട്ടില്ല. നമ്മള് ഒക്കെ മരിച്ചുപോയ നബിനേക്കാളും നമ്മളെ മുന്നിൽ ഈ പറയുന്ന 5 നേരം നിസ്കരിച്ച് പള്ളിയിൽ പോയി നോമ്പ് നോക്കുന്ന ആൾക്കാരെ എനിക്ക് മാതൃകയാക്കാൻ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരെല്ലാം അവരവസരം വരുമ്പോ അവർ കൈൻഡ്ലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഇവർക്ക് ജീവിക്കാൻ പറ്റും. മുഹമ്മദ് നബീനെ മാതൃകയാക്കിയിട്ട് ഇപ്പൊ അടുത്ത് ഷുഹൈബുൽ ഹൈത്തമിന്റെ ഒരു പ്രസംഗം കേട്ടു. കാറൽ മാർക്സിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? മോദിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? മുഹമ്മദ് നബീനെ മാതൃകയാക്കുന്ന ഒരാൾ ലോകത്ത് ബാക്കിയില്ല, ജീവനോടില്ല. എല്ലാ കാര്യത്തിനും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുഹമ്മദ് നബീനെ പിൻപറ്റിയെന്ന് പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത്. അത് അസാധ്യാണ്. അല്ലെങ്കിൽ ആ മനുഷ്യന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ മുഹമ്മദ് നബി ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കാൻ കഴിയത്തേയില്ല. അപ്പോ അല്ല, എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ബെയിൽ ഔട്ട് എന്ന് പറയുന്നത് എല്ലാത്തിനും തൗബയാണല്ലോ. എല്ലാ തെറ്റുകളും അവർക്ക് ചെയ്യാം, കാരണം അവർക്ക് എന്നിട്ട് പോയിട്ട് പിന്നെ എന്താ പറയാ തൗബ ചെയ്താൽ മതി, അവർ ക്ലീനായി. പക്ഷെ നമ്മളെപ്പോലെ എന്നെപ്പോലെ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് അത് പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് റൂട്ട് ഇല്ല. ഞാനൊരു കർമ്മപരമായി തെറ്റ് ചെയ്താൽ അത് എന്റെ കൂടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്ന ആളാണ്. ഇതില് വേറൊരു പ്രശ്നം ഇവര് പറയുന്ന കാര്യത്തിൽ ഇപ്പൊ ഈ തൗബ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്, അവര് പറയുന്നത് വെച്ചാല് അങ്ങനെ തൗബ ചെയ്യാമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയാ. പക്ഷെ വേറൊരു ആംഗിൾ ഉണ്ട്. ഇപ്പം നമ്മളൊരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഉദാഹരണത്തിന്
അതുകൊണ്ടാണ് ഇത് ദൈവവിശ്വാസികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു റിലീജിയസ് കൾട്ടാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഒരു 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 എന്താ പറയാ, ഒരാളുടെ ഒരു ഫാൻ കൾട്ട് മാത്രമാണിത്. കാരണം മുഹമ്മദ് നബിന്റെ കാര്യത്തിൽ പറയുന്ന ഈ സാധനം, ഇപ്പോൾ ദൈവത്തെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നന്മ ചെയ്യുക, ഇതാണല്ലോ സമൂഹത്തിന് നന്മ ചെയ്യുക. ഉം. ഇതിന് പ്രതിഫലം ഉണ്ടാവുന്നതാണ് ദൈവവിശ്വാസികൾ, അല്ലെങ്കിൽ അതിനാണ് ഈ കർമ്മയിൽ വിശ്വസിക്കുന്നവർ പോലും നമ്മൾ നല്ല രീതിയിൽ ഉം. കർമ്മം ചെയ്ത് മുന്നോട്ട് പോയാൽ അതിനുള്ള പ്രതിഫലം ഉണ്ടാവും എന്ന്. അത് ഈ ഭൂമിയിലോ അവിടുന്ന് ആകാശത്തോ അത് വേറെ, ഓരോ ഉം. ആളുകൾക്ക് വ്യത്യസ്ത ചിന്ത ഉണ്ടാവും. പക്ഷേ ഇവര് പറയണത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരാളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് അയാൾ ഈ പറയുന്ന ഷഹാദത്ത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. മാത്രാണ്. അതെ. അത് അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. കാരണം സഹജീവിയോട് ഇപ്പൊ ഒരാള് അനാഥരായിട്ടുള്ള 100 മക്കളെ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ ദൈവം ഈ വിശ്വാസിയുടെ നന്മ വിശ്വാസിയാണ് സൽപ്രവൃത്തി മാത്രം. മാത്രമേ കാണുള്ളൂ എന്നാണ് പറയണത്. ഉം. അവിടെ ദൈവത്തിന് നീതി ഇല്ലല്ലോ. ഉം. കാരണം ഒരാളുടെ പ്രവർത്തനത്തിനനുസരിച്ചിട്ടാണ് പിന്നെ പ്രതിഫലം നിശ്ചയിക്കുന്നതെങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും ഈ മതത്തിന്റെ ഫിൽട്ടർ ഇടുന്നത് തന്നെ ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉം. അല്ല, അപ്പൊ അതിപ്പോ ഏതെങ്കിലും ഒരു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയൊരു രാജ്യത്ത് അവിടെ ഒരു മുസ്ലിമും ഇന്ന് വരെ എത്തപ്പെട്ടിട്ടില്ല. അവിടെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെ ജനിച്ച ഒരാളുടെ മിസ്റ്റേക്ക് എന്താണ്? അതിൽ ഇവർക്ക് പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഒന്ന്, മുഹമ്മദ് നബി വരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അതിനിടയിൽ പ്രവാചകന്മാർ വന്നിട്ടില്ലാത്ത സമൂഹങ്ങളെ അവരുടെ തിന്മയിൽ നിന്ന് ദൈവം അവർക്ക് അവരെ പ്രതിഫല കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ വേറെന്തോ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അവിടെ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല ഉണ്ടാക്കും. അതേ സമയത്ത് ചില ആൾക്കാർ ഇപ്പൊ ഈ കാലഘട്ടത്തിലും അത് പ്രസക്തമാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതായത് മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷവും ദീനെത്താത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. പക്ഷെ വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് ആ ഇളവ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം വരുന്നതോടുകൂടി അവസാനിച്ചു എന്നാണ്. ഇനിയുള്ള ആൾക്കാരെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം എന്നാണ്. അപ്പൊ ഇത് ഭയങ്കര ലോജിക്കായിട്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും ഭയങ്കര കോമഡിയാണ്. അപ്പൊ അല്ല, എന്റെ ഈ കുറച്ച് എന്നെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിടയിൽ ഇടയ്ക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ. അപ്പൊ അതിനും ലിയാഖത്തിന്റെ ഒരു റെസ്പോൺസ് എനിക്ക് വേണം. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മളാണോ ശരി അതോ ഈ പറയുന്ന ഇവരാണോ ശരി എന്നൊരു ചെറിയൊരു അത് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണല്ലോ പഠിപ്പിക്കുന്നത് ഈ മതം, ഏത് ചെറിയ മതത്തിലായാലും. പ്രായം തൊട്ട് ഇങ്ങനെ കയറി കൂടിയ സാധനങ്ങൾ ഇടയ്ക്ക് തികട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മള് തന്നെ അത് എന്താ പറയാ അൺലേൺ ചെയ്ത് കളയണം. കാരണം അത് നമ്മൾ റാഷണൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതെ. ഇപ്പൊ എന്റെ മോൾക്ക് 5 വയസ്സായി. അപ്പം ഓട്ടോമാറ്റിക്കലായി ആ ഒരു വീട്ടിലുള്ള ഒരു ലീഗസി ഹിസ്റ്ററി ഉണ്ടാവല്ലോ ഈ സമയമാകുമ്പം പഠിപ്പിച്ചതോളം. അപ്പൊ എന്റെ കാഴ്ചപ്പാട്, എനിക്കിപ്പോ വൈഫിനൊന്നും അധികം പുഷ് ചെയ്യാൻ പറ്റില്ല, ഒരു ഓർത്തഡോക്സ് ഫാമിലിന്നാണ്. അപ്പോ എന്റെ മനസ്സിൽ അവളെ പഠിപ്പിക്കണം, കാരണം അവൾക്ക് ഞാൻ ആ എക്സ്പോഷർ കൊടുക്കാതിരിക്കരുത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവൾ 15 വയസ്സിൽ പഠിച്ചോട്ടെ, അവൾക്ക് എന്നിട്ട് തീരുമാനിക്കട്ടെ വേണോ വേണ്ടേ. ഈ പ്രായത്തില് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഈ സൊസൈറ്റിയുടെ ഒരു പിന്നെ ഇതും നമുക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ മതത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള മദ്രസകളിൽ പോയത് കൊണ്ട് മാത്രമല്ല കുട്ടികൾ ഇതിൽ കണ്ടീഷൻ ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു ഫോളോ അപ്പ് വീട്ടിൽ നിന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നോണ്ടാണ്. അതെ. ഇപ്പൊ എന്റെ മൂത്ത മോൻ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയത്, അതിന്റെ ഒരു ലക്ഷണം അതിന്റെ കാണാനില്ല. അതായത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. മറ്റേത് ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഇതെല്ലാം ഒരു ബേർഡൻ ആണ്, അല്ലാതെ അവരതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അല്ല, അവർക്ക് അത് കറക്റ്റ് ആണ്. സ്കൂളിൽ ഈ അകത്ത് കുറെ സാധനങ്ങൾ കയറി കൂടാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മള് അപ്പപ്പോ എന്താ പറയാ അവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമ്മള് പോസിറ്റീവ് ആയിട്ട് മാറ്റിയെടുക്കണം. ചില കാര്യങ്ങൾ. എനിക്ക് ആകെയുള്ളൊരു എന്റെ ഇതെന്ന് വെച്ചാല്, മോള് എന്നോട് പിന്നെ ചോദിക്കരുത്, ഇപ്പൊ എന്നെ പഠിപ്പിച്ചില്ലല്ലോ എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതിൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി അവളുടെ ചോയ്സ് ആയിരിക്കണം വളർന്നു കഴിഞ്ഞിട്ട്. മദ്രസയിൽ പോയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ട് പിന്നെ അവരുടെ ചോയ്സ് വരുന്നേ ഇല്ല ഇതിനകത്ത്. അല്ല, പക്ഷെ എന്താ പ്രശ്നം, നമ്മളെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്ക് അറിയാലോ. അത് മനസ്സിലായി. നമ്മൾ ഔട്ട്കാസ്റ്റ് ആവും. ഇപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുന്ന കുട്ടികളിൽ പോലും തെറ്റായ ചിന്തകളോ പേടിയോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് അപ്പപ്പോ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യണം. അത് ഭയങ്കര ഒരു ട്രോമയായിട്ടോ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിഞ്ഞൊരു ചിന്തയായിട്ടൊന്നും കിടക്കാനുള്ള അവസരം കൊടുക്കാതെ
ഓപ്പൺ ആയിട്ടുള്ള സംസാരം ഡിസ്കഷനും ഒക്കെ അതെ. കൊടുക്കണം എന്ന് പറയാം, അതിൽ ഉൾപ്പെടുത്തണം അവരെ, എന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ മദ്രസയിൽ പഠിക്കുമ്പോ പല ആൾക്കാരും സ്കൂളിൽ പറയൂലേ എങ്ങനെയാണ് മനുഷ്യരുണ്ടായത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉൽപ്പത്തി, അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈ എന്താ പരിണാമ സിദ്ധാന്തമൊക്കെ പഠിക്കേണ്ട കാലഘട്ടത്തിൽ മദ്രസയിൽ നിന്ന് ഉസ്താദ്മാര് പണ്ട് പറഞ്ഞു കൊടുത്തില്ല. അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് ജസ്റ്റ് ഏതോ ഒരു ടീച്ചർ, ഒരു മുസ്ലിം ടീച്ചർ, ബയോളജി ടീച്ചർ പറഞ്ഞു കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് സയൻസിൽ, ഇതൊക്കെ നിങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിയാൽ മാത്രം മതി, സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ ബയോളജി ടീച്ചർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇവര് പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇവര് പറയുന്നുണ്ടല്ലോ ഇത്രയും സയൻസ് പഠിച്ച ഡോക്ടർ പോലും ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് വന്നിട്ട് പേഷ്യന്റിനോട് പറയല്ലോ ഇനി നിങ്ങൾ പ്രാർത്ഥിക്ക്, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? അതായത് അതിനകത്തൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാല് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ഡോക്ടർക്ക് സേഫ് സോൺ ആണ്. ഡോക്ടർ സേഫ്റ്റി നോക്കും. എന്നോട് പിന്നെ ബാംഗ്ലൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ നേർക്കുനേർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത്, ഞാൻ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഫിസിയോളജി ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഉൽപ്പത്തിയും ഈ കഥയും അതേപോലെ ഈ പരിണാമവും അല്ലെങ്കിൽ നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവൊക്കെ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്തായാലും എത്ര മതം ചെറുപ്പത്തിൽ പഠിച്ചാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചത്, ആ സമയത്ത് ഒരു പരിധി വരെ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടൂലേ, ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങളാണ് ശരി എന്നുള്ളത്, ഈ മതം പഠിപ്പിച്ചെന്ന മണ്ണുവക്കൽ സിദ്ധാന്തം ദഹിക്കൂല എന്നുള്ളതും. അപ്പം പുള്ളി പറഞ്ഞത് അത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവാനാണ് സാധ്യത. പിന്നെ രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, ഇതും അതും വേറെ വേറെ ആയിട്ട് കൊണ്ടുപോകും. അതായത് നമ്മൾ പഠിച്ച ഈ അറിവ്, ഈ വിജ്ഞാനം, അത് വേറെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അതൊരു പ്രൊഫഷനായിട്ട് അത് അങ്ങനെ ക്യാരി ചെയ്യും. ബിലീഫ് എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഓഫ് സാധനമായിട്ട് അത് സെപ്പറേറ്റ് കൊണ്ടുപോകും. അപ്പൊ ഇത് ഡോക്ടർമാർ ഉപയോഗപ്പെടുത്തുന്നത് ഇങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു. അതായത് വിശ്വാസമില്ലാത്ത ഡോക്ടർമാരും വന്നിട്ട് പറയും, പിന്നെ എന്തായാലും പ്രാർത്ഥിച്ചോളൂ, നമ്മളെ ഭാഗത്തുനിന്നുള്ള ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർ സേഫ് ആണ്. കാരണം ഡോക്ടർ ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൈവത്തിന്റെ പ്രശ്നമാണല്ലോ. പിന്നെ ഈ രോഗിന്റെ കൂടെയുള്ള ആള് കേൾക്കാനും അതന്നെയല്ല ആഗ്രഹിക്കുക ആ സമയത്ത്. അതെ, അല്ല വിശ്വാസിയായിട്ടുള്ള ആള് സംബന്ധിച്ച് അത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവുമായിരിക്കും. വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് എന്റെ ഒരു അനുഭവം, ഒരാളുടെ അടുത്ത് പിന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ചെന്നിട്ട് ആ മരണക്കിടക്കിൽ വെച്ചിട്ട് ദൈവവിശ്വാസത്തെ ഓർമ്മപ്പെടുത്താൻ ചെന്നപ്പോ ഓടിച്ചു വിട്ട കഥയും എനിക്കറിയാം. അപ്പൊ അത് ഡിപ്പെൻസ്, അത് ഓരോ ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ചിട്ട് ഡിപ്പെൻസ്, വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ അങ്ങനെയൊക്കെയാണ്. ഇതിലൊന്ന് ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കാലില് ഒരു കല്ലില് തട്ടി മുറിഞ്ഞാല് ഈ വിശ്വാസത്തിന്റെ ശങ്കയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അപ്പോ പഠിച്ചോനെ ഒരു സൂചന തന്നതാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതാണ് നമ്മളെ പേടിപ്പിച്ചിട്ടാണല്ലോ കണ്ടീഷൻ ചെയ്തത്. ചെറിയ പ്രായത്തിൽ പേടിയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മള് വഴി തെറ്റി പോകുമ്പോ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശിക്ഷയും പരീക്ഷണങ്ങളും തരും എന്ന് പറയുന്നല്ലോ. ഈ സാധനം ചെറിയത് വർക്ക് ചെയ്യും, ചെറുപ്പത്തിലെ കയറി കൂടിയതാണ്. അപ്പൊ നമ്മൾ ഈ അമേരിക്കയിൽ ഒരു ചുഴലിക്കാറ്റ്, എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എന്തോ ഒരു ലേഡിയുടെ ഒരു സ്ത്രീ നാമത്തിലുള്ള ചുഴലിക്കാറ്റ് വന്ന സമയത്തൊക്കെ നമ്മളന്ന് ചെറിയ പ്രായത്ത് വിശ്വാസികളായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ സംസാരം ഉണ്ടായത് പോലും എന്താണ്, ഇത് എന്തോ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ്, ഇത് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കോവിഡിന്റെ സമയത്ത് ആദ്യം മൗലവിമാര് പ്രസംഗിച്ച എന്താ, ചൈനയിൽ ഈ സാധനം തുടങ്ങിയപ്പോ ദൈവത്തിന് മതത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ടും മുസ്ലിങ്ങൾക്കെതിരെ എത്തി. അവസാനം സഫില് ഒരു നിസ്കാരത്തിന്റെ സഫില് ഒരു വിശ്വാസി 2 ഇബ്ലീസ് എന്നുള്ള ക്രമത്തിൽ വരെ എത്തിയില്ല. അപ്പൊ ഒരു മുട്ടി അടുത്തടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് അതിനിടയിൽ ഇബിലീസ് കയറി നിൽക്കുന്നതാണ്. ഇബിലീസ് എന്തിനാണ് നിസ്കാരത്തിന്റെ സഫ് കയറുന്നത് പോലും വിശ്വാസികൾ ചിന്തിക്കൂലല്ലോ. അവരെ ആവശ്യങ്ങളായി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ചിരിച്ച ഒരു സാധനം വാർത്ത കേട്ടത്, നമ്മുടെ എന്ത് കൂടത്തായിയാണ്, നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു വാർത്ത ഭയങ്കരമായിട്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര വിവാദമാണ്, വാർത്തകൾ നിറയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുമ്പോ സ്ത്രീ പുരുഷ കൂടിക്കലരുകൾ ഉണ്ടാവരുത് എന്ന് ഉസ്താദ് പറയാണ്. അപ്പൊ ആഘോഷങ്ങളിൽ ശ്രദ്ധിക്കണം, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചിട്ട പാലിക്കണം. ഞാൻ ചോദിക്കുന്നത്, അല്ല അതാണ് ഇപ്പൊ പറയണത്. ഞാൻ ചോദിക്കണത്, ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പൊ പഞ്ചായത്തിൽ ഇപ്പൊ 20 വാർഡ് ഉണ്ടെങ്കിൽ 20 10 10 ആണേ.
ഏഹ് ഉം. മനസ്സിലായോ? ആ ഇങ്ങനെ ഇരിക്കുന്ന വാർഡിനകത്ത് ഇവര് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളും പിന്നെ അധികാരം കൈയാളിയാലേ അവിടെ ആ നാട് മുടിഞ്ഞു പോകുന്ന ഹദീസുണ്ട്. ഉണ്ട്. ആ ഹദീസ് ഉള്ളിടത്തുനിന്ന് സ്ത്രീകൾ മത്സരിക്കാൻ പാടില്ല എന്ന് ഇവര് പിന്നെ തിട്ടൂരം പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിനോട്. ഓ പക്ഷെ ഇഷ്ടംപോലെ പക്ഷെ ആൾക്കാർ രാജ്യത്തെ നിയമം ഇങ്ങനെ മാറി വരുമ്പോ സ്ത്രീകൾ മത്സരിക്കാൻ നിർബന്ധിതരാകുമ്പോ സ്ത്രീകൾ മത്സരിപ്പിക്കുമ്പോ ഇപ്പൊ ലാസ്റ്റ് പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ജയിച്ചിട്ടുള്ള ആഘോഷങ്ങളിൽ ഒരു നിയന്ത്രണം വരുത്തണം എന്നല്ല. ബാക്കി നിയമമൊക്കെ വിട്ടല്ലോ. കിട്ടും. മതനിയമങ്ങൾ സ്ത്രീ മത്സരിക്കാൻ പാടില്ല, പൊതുരംഗത്ത് ഇറങ്ങാൻ പാടില്ല, ഭരണത്തിൽ പങ്കാളിയാവാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് നടന്നിരുന്ന ആൾക്കാര് ഇപ്പൊ അവരുടെ ഗതികേട് ആലോചിക്കുക. അപ്പൊ നാട് പോകുമ്പോ അതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കാനുള്ള ചെറിയ ശ്രമം മൂല്യന്മാർ നടത്തും എന്ന് മാത്രമേ ഉള്ളൂ പറയാം. ബാക്കിയൊന്നും അതെ, വർക്ക് നമ്മുടെ ആവുന്നില്ല. ഇതിനുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഇതൊരു നമ്മൾ പറയൂലേ അധോ ലോകം പോലെയാണ്. ഉള്ളിലേക്ക് കേറാൻ മാത്രം ഇതിനൊരു എക്സിറ്റ് ഇല്ല. എക്സിറ്റ് ഇല്ല. എക്സിറ്റ് നേരെ കബർക്കാണ് അവര് പറയണത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പോലെ ജീവിക്കേണ്ടി വരും. അത് ഇപ്പോ നമ്മളെ അവിടം വരെ എത്തിയിട്ടില്ല. അതിന്റെ ഒരു എന്താ പറയാ, മാനസികമായിട്ടുള്ള ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്കിപ്പോ നമ്മളിപ്പോ അങ്ങനെ വലിയ തയ്യാറെടുപ്പിലൊന്നല്ല. പക്ഷെ എന്നാലും എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചെന്താ വെച്ചാല് ഒളിച്ച് ജീവിക്കാനൊന്നും വയ്യ എന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മളിപ്പോ ആ അഭിനയിച്ച് സ്റ്റേജിലാണ്. ജീവിക്കാനൊന്നും വയ്യ. കാരണം അത് ഭയങ്കര ഭയങ്കര സ്ട്രെസ്സാണെന്നേ അത്. ഞാൻ ഒരു ശരിയാണ്, 2 വർഷമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് കുറയും. നമ്മൾ വിശ്വസിക്കുന്നില്ല, നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ഒരു ആൾക്കൂട്ടത്തിന്റെ കൂടെ നമ്മളിങ്ങനെ കൂടി കൊടുക്കേണ്ടി വരുമ്പോ നമുക്ക് തന്നെ ഒരു മനസ്താപം ഉണ്ടല്ലോ. അതെ, നമ്മളിതൊരു എന്താ പറയാ, ഞാൻ മക്കയും മദീനയും ഉൾപ്പെടുന്ന സൗദി അറേബ്യയിൽ മദീനയിൽ എത്തുന്നത് 2012-ലാണ്. ഈ 2012-ലൊക്കെ ഞാൻ എന്റെ വിശ്വാസം കയ്യാലപ്പുറത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ സൗദി ചെല്ലുന്ന സമയത്ത് എല്ലാരും പറയുന്ന ഒരു കാര്യം, ആദ്യം സൗദിയിൽ എത്തുന്നവർ ആദ്യം ഒരു ഉംറ ചെയ്തിട്ടാണല്ലോ പിന്നെ വർക്കിനൊക്കെ കയറുക സാധാരണഗതിയിൽ. അപ്പൊ പക്ഷെ എന്നെ സംബന്ധിച്ചൊരു ഞാനൊരു വസ്വാസിൽ നിൽക്കുന്ന സമയമാണ്. എനിക്കൊരു കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇതും തീരുമാനമായിട്ട് പിന്നെ മതിയല്ലോ, വെറുതെ ഒരു പ്രഹസനം ചെയ്യണ്ട. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണല്ലോ. അപ്പൊ ഉംറ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു ആരാധന എന്നുള്ള രീതിയിൽ ഉംറ ചെയ്യുമ്പോ ആ അത് എനിക്ക് പൂർണ്ണാർത്ഥത്തിൽ ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഒരു സുന്നത്തായ കർമ്മമാണ്. അപ്പൊ അതേ സമയത്ത് ഞാൻ നിസ്കരിക്കുന്ന സമയമാണ് കേട്ടോ അത്. ഈ കയ്യാലപ്പുറത്ത് ഇരിക്കുമ്പോൾ ഞാൻ നിസ്കാരം നല്ല ഭക്തിപൂർവ്വം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇതില് ഒരു ദൈവം വിശ്വാസം ഉണ്ട്, ഒരു ദൈവം ഉണ്ട് എന്നൊരു സങ്കല്പത്തിലാണ്. അപ്പൊ ആ ദൈവം എനിക്ക് വഴി കാട്ടും എന്നതിലാണ് ഞാൻ ഈ നിസ്കാരമൊക്കെ തുടർന്നത്. അപ്പൊ ഞാൻ എന്റെ പ്രാർത്ഥന ഇതിൽ ശരി എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതെനിക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ശരി എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മദീനയിൽ നിന്ന് തന്നെ തീരുമാനമായി തന്നിട്ടുണ്ട്. മദീനയിൽ നിന്നിട്ടാണ് എന്റെ വിശ്വാസം. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിനകത്ത് ദൈവികമായ അംശങ്ങളൊന്നും ഇല്ലെന്നും ഇത് അവിടെ ഉണ്ടായ പ്രാദേശികമായിട്ട് രൂപപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കൾട്ടാണെന്നും പിന്നെ അതിനെ രാഷ്ട്രീയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ചില അഡ്വാൻറ്റേജസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാലഘട്ടത്തിനുണ്ട്, ഒരു സംശയം എനിക്കുള്ളത്, ഈ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അതാണ് ഇവര് പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റും കൂടെ, നബിക്ക് എങ്ങനെ ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ഇങ്ങനെ ഒരു മുഹമ്മദ് നബി മുൻകൂട്ടി ഒന്നും കണ്ടിട്ടേ അല്ല, അങ്ങനെയല്ല, ഖുറാൻ ഇങ്ങനെ ഇത്രയൊക്കെ എന്താ മനുഷ്യന് ഇതിലും നല്ലൊരു ഗൈഡ് ഇല്ലാത്ത രീതിയിൽ എഴുതാനൊക്കെ പറ്റിയത് എങ്ങനെയാണെന്നാണ് ഇവര് അതൊക്കെ തെറ്റായ അവകാശവാദമാണ്. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഇന്ന് ഗൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമേ അല്ല. ഖുർആനിലിപ്പോ നമ്മളിപ്പോ ഒരു എന്താ അതിന് പറയാ, ധാർമ്മിക ഉപദേശം ഞങ്ങൾ ഖുർആനുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് അത് നമുക്കൊരു ഒരു 5-6 പേജിലൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 100 വചനം എന്ന് വേണമെങ്കിൽ എടുത്തോ പരമാവധി. ഈ 100 വചനം എടുക്കാം. ഞാൻ പറഞ്ഞത് ആകെ ഒരു 100 വചനമാണെങ്കിൽ ഇപ്പൊ 200 വചനം, 6200 വചനം ധർമ്മോപദേശമാണെന്ന് വിചാരിച്ചോളി. ഈ 200 വചനങ്ങളിൽ ധർമ്മം ഉപദേശിച്ച ആ ധർമ്മം ഉണ്ടല്ലോ, അന്നത്തെ ധർമ്മം, മുഹമ്മദ് നബി ഉപദേശിച്ച ധർമ്മം, അത് ഇന്ന് പ്രാക്ടിക്കൽ അല്ല, അല്ലെ 99%. അപ്പൊ പിന്നെ ആ ധാർമ്മിക ഉപദേശം എന്ന് പറയുന്നത് ഒരു തമാശയാണ്. 2, മുഹമ്മദ് നബിക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിലോ അതിന്റെ പരിസര സമൂഹങ്ങളിലോ ഇല്ലാത്ത ഒരു കാര്യവും ഒരു നന്മയും അവിടെ പ്രതിപാദിച്ചിട്ടില്ല, ഒന്നും. ഇപ്പൊ ഇവർ പറയുന്ന ഈ അടിമത്തവുമായി ബന്ധപ്പെട്ട് കുറെ പരിഷ്കാരങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സാധനം ഉമ്മ വലത്. അതായത് ഒരു ഉടമസ്ഥന് തന്റെ അടിമ സ്ത്രീയിൽ കുട്ടി ജനിച്ചാൽ ആ സ്ത്രീ സ്വതന്ത്രയാകും ഇയാളുടെ മരണത്തോടു കൂടി എന്ന് പറയുന്നത്. ഇത് അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹമ്മുറാബി കോഡിലുള്ള സാധനമാണ്. അപ്പോ ഇതൊന്നും പുതിയതല്ല. പിന്നെ അന്നത്തെ കാലത്ത് ഈ കച്ചവട സംഘത്തിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തിരുന്ന ആളാണ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ തന്നെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ക്ലിയർ ആണ്.
ഉം. അതായത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഇത്തരം കച്ചവട യാത്രകളിൽ പങ്കെടുക്കുകയും ദീർഘദൂര യാത്രകൾ ഉണ്ടാവുകയും അന്ന് മൊബൈലിൽ നോക്കി ഫേസ്ബുക്ക് നോക്കി ഇരിക്കാനൊന്നുമില്ലല്ലോ. ഉം. സന്ധ്യയിലും ഈവനിങ്ങിലും രാത്രിയിലും അവരുടെ സത്രങ്ങളിലും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിലും കച്ചവടത്തിന്റെ കേന്ദ്രങ്ങളിലൊക്കെ ഇവരുടെ ആഘോഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ. കഥയും ഉം. കവിതയും സാഹിത്യവും ചരിത്രവും അറിവും. അപ്പൊ ഉം. അത്ര അറിവില്ലാത്ത ഒരാളൊന്നും അല്ല യാത്രകളും. മുഹമ്മദ് നബി. അതെ. പിന്നെ ഈ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് നബി വിൽപ്പത്രം എഴുതാനും പേനയും പേപ്പറും കൊണ്ടുവരാൻ വേണ്ടി ഉമറിനോട് പറയുന്ന ഒരു രംഗം ഹദീസിലാണോ ഇനി സീറയിലാണോ ഞാൻ വായിച്ച ഓർമ്മയില്ല. ഉം. വയ്യാതെ കിടക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉം. വിൽപ്പത്രം എഴുതണം. വിൽപ്പത്രം എഴുതണ വിശ്വാസിക്ക് നിർബന്ധമാണെന്നാ പറയാ. ഉം. എന്നിട്ട് ആ മാതൃക മുഹമ്മദ് നബി കാണിച്ചില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നിട്ട് ഓ. കാരണം തന്റെ പിൻഗാമി ആരാണെന്നോ തന്റെ സ്വത്തിന്റെ കാര്യത്തില് എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നോ ഒരു വിൽപ്പത്രം പുള്ളി എഴുതി വെച്ചിരുന്നെങ്കിൽ ഫാത്തിമ കുറച്ചാലോടി ജീവിക്കായിരുന്നു എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഉം. ഫതക്കിലെ തോട്ടത്തിനെ കുറിച്ചാണ് അബൂബക്കറായിട്ട് തർക്കത്തിൽ പക്ഷെ അല്ല, ഏർപ്പെടുന്നത്. അതൊക്കെ ഇവരിപ്പം പറയുന്നത് ഇപ്പം നോക്കിയ ആൾക്കാരെല്ലാരും വില്ല് എഴുതുന്നില്ലേ, അത് അന്ന് നബി പഠിപ്പിച്ച കാര്യന്നൊക്കെയല്ലേ പറയുന്നത്. മുഹമ്മദ് നബിനോട് എന്നിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് മുഹമ്മദ് നബി ഉമറിനോട് പറയുന്നുണ്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടിട്ട് പേനയും എഴുത്തുപകരണങ്ങൾ കൊണ്ടാണ്. ഓ, പക്ഷെ അപ്പൊ എഴുതാൻ പറ്റിയിട്ടില്ല. ഉമർ നിഷേധിച്ചു. ഓ. അതിന്റെ ഒന്നും ആവശ്യപ്പല്ല, ഓ. ഇപ്പൊ വിശ്രമാണ് വേണ്ടതെന്ന് പറഞ്ഞു എന്നാണ്. ഓ. അപ്പൊ അപ്പൊ അതിലെന്ത് മാതൃകയുള്ളത്? ഉം. വിൽപ്പത്രമൊക്കെ അതിന്റെ മുമ്പ് എഴുതി വെക്കുന്ന ശീലമൊക്കെ ഉള്ളതാണ്. ഞാൻ ഓ. പറഞ്ഞത് ഒരു പുതിയ അറിവ് അതിനകത്തില്ല. ഉം. ഇതാണ് ജബ്ബാർ മാഷ് അന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ കൊണ്ടുവന്നത് ആകാശത്തിന്റെ തിരമാലയുടെ അടിയിൽ, സമുദ്രത്തിലെ തിരമാലയുടെ അടിയിൽ, അല്ല കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ടെന്നും ആ ഇരുട്ടിനെ പുതിയ തിരമാല ഉണ്ടെന്നും ഖുർആൻ ഉണ്ടെന്നാണ് പറയണത്. ഉം. ഇതൊക്കെ പച്ച അല്ല, പക്ഷെ നുണയാണ്. അതങ്ങനെ അല്ല, അത് ഒരാൾക്ക് സാങ്കല്പികമായിട്ട് എഴുതിയതാണോ അതല്ല? ഇത് ആർക്കും അറിയാത്ത കാര്യങ്ങളില്ല. കടലിന്റെ അടിയിലെ തിരമാലാണ്. ആഴക്കടലിലെ തിരമാല എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ പ്രക്ഷുബ്ധമായ കടലിന്റെ നടുക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലായിരിക്കും അന്ത്യനാളില് അവിശ്വാസിയുടെ അവസ്ഥ. ഇതാണ് അങ്ങനെയാണ് ഖുർആന്റെ പറയുന്നത്. ഉപമ. ഓ. രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്ത അവിശ്വാസി ഓ, അവിടെ രക്ഷപ്പെടും. അവിടെ രക്ഷപ്പെടൂല എന്ന്. അതായത് ഓ. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം എന്ന് പറയുന്നത് മരുഭൂമിയിലെ മരീചിക പോലെ ആയിരിക്കും. ഓ. അവർക്ക് ഒരു പ്രതിഫലം ഉണ്ടാവില്ല. വിശ്വസിക്കാതെ ചെയ്ത ഏത് നന്മയും പ്രതിഫലം ഇല്ലാത്തതാണ്. ഓ. അപ്പൊ അവിശ്വാസിയുടെ പ്രവർത്തനങ്ങളുടെ ഫലം അതിന്റെ ഉപമയാണ് ഓക്കെ. ഈ രണ്ട് ഉപമ ഒരുമിച്ചാണ്. രണ്ട് വചനങ്ങളാണെന്നേ ഉള്ളൂ. ഔക്ക ലുലുമാത്ത് എന്നാണ് തുടങ്ങുന്നത്. ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ. ഓ. അപ്പൊ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് എന്തുണ്ടല്ലോ, ഒന്ന് കൊടുത്തിട്ട് ആ. രണ്ടാമത്തെ ഓപ്ഷൻ ആണല്ലോ അത്. അതൊന്ന് ഉം. മരുഭൂമിയിലെ മരീചികയാണ്, രണ്ടാമത്തത് ആഴക്കടലിൽ അകപ്പെട്ടു പോകുന്ന പ്രക്ഷുബ്ധമായ കടലില് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ, സഹായത്തിന് ആരുമില്ലാതെ വിലപിക്കൂലേ, അതെ, ആരും correct. സഹായത്തിന് വരില്ല. ഇതാണ് അവിശ്വസിക്കാത്ത ആളുകളുടെ സൽക്കർമ്മത്തിന്റെ ഉപമ ഉം. എന്ന് പറഞ്ഞ സാധനം. അത് പറയാന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കവിത പാട്ടോ കേട്ട ഏതൊരാൾക്കും പറഞ്ഞൂടെ. അല്ല, അതാണ് ആ കാലത്ത് അത്രയും എക്സ്പോഷർ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ആ ആർഗ്യുമെന്റ്. കാലത്ത് എന്നിട്ടും ഇന്നുള്ളതിനേക്കാൾ എക്സ്പോഷർ ഉണ്ട്. കാരണം കവിതകൾക്കും അന്ന് സാഹിത്യത്തിനും. സാഹിത്യത്തിനും. കാരണം ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിയുടെ യാത്രയുടെ കഥ. 25 ഉം. വയസ്സില് കച്ചവട ആവശ്യത്തിന് ഖദീജ മുഹമ്മദിനെ വിളിക്കണമെങ്കിൽ വെറുതെ ഉം. പറമ്പിൽ കോട്ടി കളിച്ച് നടക്കുന്ന ഒരുത്തിനെ വിളിച്ചിട്ട് കച്ചവടത്തിന് പറഞ്ഞേക്കില്ലല്ലോ ഒരു അതെ, കച്ചവടക്കാരി. അതെ, അതെ, അപ്പൊ അതിനു അതിന് മുമ്പ് മുഹമ്മദ് കച്ചവടത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം, അതെ, അല്ലേ? അതെ. അതും അങ്ങനെ ഖദീജ 40-ാമത്തെ വയസ്സിൽ വലിയൊരു ബിസിനസ്സുകാരായിരുന്നല്ലോ. ബിസിനസ്സുകാരിയാണ്. അപ്പൊ അവർക്കറിയാം അവരുടെ ബിസിനസ് കാരവനെ കൊണ്ടു നടക്കാൻ പറ്റും. കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് ആ. മുഹമ്മദ് നബി പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സും 12 വയസ്സുള്ള സമയത്ത് അബൂ താലിബിന്റെ കൂടെ കച്ചവട യാത്രയിൽ അനുഗമിച്ചിട്ടുണ്ട് എന്ന് വേറെ പലത്തും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് വളരെ എന്താ പറയുക, കഴിവുള്ള ഒരാളായിരുന്നു, ബുദ്ധിയുള്ള ഒരാളായിരുന്നു. ഉറപ്പായിട്ടും, എന്താ സംശയം അതിനകത്ത്? അയാള് നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുള്ള, ആ. നല്ല രീതിയിൽ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, യാത്രകൾ നടത്തിയിട്ടുള്ള, കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആ സമയത്തുള്ള ആൾക്കാരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചെയ്യുന്ന പറ്റുന്ന. അറിയുന്നുള്ളതാണ്. അപ്പൊ രാജ്യങ്ങളുടെ എങ്ങനെയാണ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത്, എന്താണ് രാഷ്ട്ര സംവിധാനങ്ങൾ, ഇതൊക്കെ അറിയുന്ന ആളാണ് മുഹമ്മദ് നബി. ഉം. അത് അറിയാവുന്നത് കൊണ്ടാണ് മുഹമ്മദ് നബി പ്രവാചകത്വം അവകാശപ്പെട്ടത്. അയാളുടെ ഓ. ബുദ്ധിയുടെ കൂർമ്മതയാണത്. ആ. മനസ്സിലായോ? അവിടെ ദൈവികത അവകാശപ്പെട്ടാലുള്ള അപ്പൊ പ്രശ്നം പോലും പുള്ളിക്ക് ഞാനാണ് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അവസാനത്തെ നബി ഉള്ള ആ ഒരു ആർഗ്യുമെന്റിന്റെ ആ ബാക്ക്ഗ്രൗണ്ട്. ആർഗ്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇദ്ദേഹത്തിന്റെ സർവാധിപത്യം സ്ഥാപിക്കലാണ്. ഓ, ഇനി 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 ഒരാള് എന്നെക്കാൾ അറിവുള്ള ഒരാൾ വരാനില്ല എന്നാണ്. ഇല്ല എന്നാണ് പറയാണ്. ആ.
അത് അതിപ്പോ പറഞ്ഞപ്പോ അല്ല ഈ അതിനിപ്പോ ഒരു 26-ാമത്തെ ഒരാൾ വന്നിട്ട് അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 26-ാമത്തെ ആള് അടുത്തൊരാളും കൂടി ഇങ്ങനെ വന്നിട്ട് ആ അടുത്ത ആൾ ഇതിന്റെ വന്നല്ലോ. ഒരു അടുത്ത ആള് വന്നോ, ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തില് ഈ മുഹമ്മദ് നബി ഇങ്ങനെ സാഹിത്യം പറയുമ്പോ ഈ ഈജിപ്തിന്റെ കഥയും അവിടുത്തെ കഥ ഇവിടുത്തെ കഥയൊക്കെ പറയുമ്പോ അവിടെ നെല്ലർ ബിൻ ഹാരിസ് പറഞ്ഞത്, മുഹമ്മദ് നബി പറയണത് വെറും കെട്ടുകഥകളാണ്, നാടോടി കഥകളാണ്. ഇതിനേക്കാളും നല്ല നാടോടി കഥകൾ നമ്മളടുത്തുണ്ട് പറഞ്ഞിട്ടാണ് നെല്ലർ ബിൻ ഹാരിസ് ഇതിന് മറുപടി എന്നോണം അവിടെ സാഹിത്യ സദസ്സുകൾ സംഘടിപ്പിച്ചു മക്കയില്. മുഹമ്മദിന്റെ സാഹിത്യത്തിന് കൗണ്ടറുകളായിട്ട് അവിടെ ഓക്കെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരെ വിളിച്ചു വരുത്തി സാഹിത്യ സദസ്സുകൾ സംഘടിപ്പിച്ചു, കവിതകൾ ആലാപനം ചെയ്തു, കഥകൾ പറഞ്ഞു, കിസ്സ പറഞ്ഞു. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഖുറാനിൽ ആയത്തുണ്ട്, വിനോദോപകരണങ്ങൾ വിലക്ക് വാങ്ങുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല പറഞ്ഞിട്ട്. ഈ നെല്ലർ ബിൻ ഹാരിസിനെ ബദറിൽ പിടിച്ചു കെട്ടിയിട്ട് വിചാരണ കൂടാതെ കൊല്ലുകയാണ് ചെയ്തത്. മനസ്സിലായി? അപ്പൊ അന്ന് അങ്ങനത്തെ പ്രഗത്ഭരായിട്ടുള്ള കവികൾ, ഇപ്പൊ മുഹമ്മദ് നബി തബ്ബത് യദാ അബൂലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് പറഞ്ഞിട്ട് കവിത ഇറക്കി, ഈ ഖുർആൻ വചനം ഇറക്കി. അതിന് മറുപടിയായിട്ട് ഈ പറയുന്ന അബൂലഹബിന്റെ ഭാര്യ വന്നിട്ട് അബൂബക്കറിനെ മുഹമ്മദിനെ തെരഞ്ഞു വരുന്നുണ്ട്. അത് എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണോ? അല്ല, ആ സമയത്ത് ഈ സാധനം ഇറക്കി അതിന്റെ പിറ്റേസോ മുഹമ്മദിനെ തെരഞ്ഞിട്ട് അമ്മായി ഇളയമ്മയാണല്ലോ, ഇളയമല്ല മൂത്തമ്മ. അല്ല, ഞാൻ ചോദിച്ച അങ്ങനല്ല. ഞാൻ ചോദിക്കുന്നത് ഒരു 100 വർഷത്തിന് ശേഷം, മുഹമ്മദ് നബിക്ക് 100 വർഷത്തിന് ശേഷമോ അത് ഈ കാലഘട്ടത്തിനിടയിൽ വേറൊരാള് എന്തുകൊണ്ട് വന്നില്ല? അതും പറഞ്ഞുതരാം. അപ്പൊ ഈ അബൂലഹബിന്റെ ഭാര്യ വന്നിട്ട് പറയണത്, ഓനേക്കാളും നല്ല കവിത ചൊല്ലാൻ എനിക്ക് അറിയാട്ടോന്ന് അവനോട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാണ് അബൂബക്കറിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നത്. മനസ്സിലായോ? അതേപോലെ അബൂ സുഫിയാന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ഹിന്ദ് പിന്നെ ഉഹദ് കഴിഞ്ഞിട്ട് ഒരു കവിത ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണെന്നേ. അപ്പൊ സാഹിത്യം, കവിത, അതേപോലെ അലി ഫാത്തിമയുടെ പിന്നെ വിലാപകാവ്യം ഖബറിന്റെ അവിടെ എഴുതി വെക്കുന്നതായിട്ട് പിന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കവിത സാഹിത്യം എന്ന് പറയുന്നത് അന്നത്തെ അറബികളുടെ രക്തത്തിലുള്ള സാധനമാണ്. അപ്പൊ സാഹിത്യ ഭംഗിയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമേ അല്ല. ഖുർആൻ അത്ര ഒരു മികച്ച സാഹിത്യ സൃഷ്ടിയുമല്ല. പിന്നെ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് പിന്നെ ആളുകൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കള്ളപ്രവാചകന്മാർ എന്നൊരു ഭാഗം പഠിച്ചിട്ടുണ്ടാവും, ഈ മദ്രസയിൽ പഠിക്കേണ്ട താരീഖില്. കള്ളപ്രവാചകന്മാർ, അതായത് മുഹമ്മദ് നബിയുടെ മരണശേഷം അവിടെ ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നു എന്നാണ്. അതെന്താ വെച്ചാല് അവരും പ്രവാചകത്വം അവകാശപ്പെട്ടു, അവർ നുബുവത്ത് അവകാശപ്പെട്ടു. അവർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് വെച്ചാല് ഈ പിന്നെ മുഹമ്മദ് നബിയുടെ മരണശേഷം മുസൈലിമ എന്ന് പറയുന്ന ഒരാളാണ് പ്രബലമായിട്ട് അങ്ങനെ വന്നതിൽ കഴിവുണ്ടായിരുന്ന ഒരാള്. ആളുടെ അടുത്ത് ആളുകൾ ആകൃഷ്ടരാവുകയും നിരവധി ആളുകൾ മുസ്ലിങ്ങള് കൂട്ടമായിട്ട് ഇസ്ലാം ഉപേക്ഷിച്ച് മുസൈലിമയെ പ്രവാചകനായി സ്വീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അവർക്കെതിരെയാണ് ഒന്നാം ഖലീഫയുടെ ആദ്യത്തെ യുദ്ധം. അതാണ് റിദ്ദ വാർ. ആ റിദ്ദ വാറിൽ മുസൈലിമയെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെയാണ് ആദ്യത്തെ ചാവേർ ആക്രമണം. ഇന്നിപ്പോ ഇനി ഒരാൾ വന്നാൽ അയാൾ കൊല്ലപ്പെടും. അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ പ്രവാചകത്വം അവകാശപ്പെട്ടിട്ട് പിന്നെ വന്ന ആളാണ് ഖാദിയാനി ആയിട്ടുള്ള ഖലീഫ. അവര് പറഞ്ഞത് അത് കള്ളപ്രവാചകനാണെന്നാണ്. അല്ലാതെ അങ്ങനെ ഒരാളിന് ക്ലെയിം ചെയ്ത അയാളെ കൊല്ലപ്പെടുമോ? ഉറപ്പല്ലേ, അത് കൊല്ലപ്പെടാനാണ് സാധ്യത. കാരണം എന്താന്ന് വെച്ചാല് അതാണ് മാതൃക. പ്രവാചകത്വം അവകാശപ്പെട്ട് വരുമ്പോ മുസൈലിമയെ കൊലപ്പെടുത്തേണ്ട കാര്യം എന്തുകൊണ്ടാ? അപ്പൊ ഈ പ്രവാചകത്വം ഇനി വേറൊരാള്, ഇപ്പൊ നമ്മളുടെ ബിസിനസ് മോഡൽ വേറൊരാള് എന്താ പിന്നെ കോപ്പി അടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പേറ്റന്റ് എടുക്കുന്നത്, അന്ത്യപ്രവാചകൻ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഭയങ്കര ബുദ്ധി കൂർമ്മതയുള്ള, ഭയങ്കര കുതന്ത്രശാലിയായിട്ടുള്ള ഒരാളായിരുന്നു മുഹമ്മദ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുഹമ്മദ് ഉദ്ദേശിച്ചത് ഇപ്പൊ മക്ക മദീന പ്രദേശം അന്ന കാലത്ത് ഗോത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്ന സമൂഹമാണ്. അവിടെ ഒരു രാജ്യം എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു രാജഭരണം പോലെ ഒന്നും ഇല്ല, ഒരു സാമ്രാജ്യം ഒന്നും അല്ലല്ലോ. അപ്പൊ ഈ സിറിയയിലും ഈജിപ്തിലും അവിടെ ഇവിടെയൊക്കെ കച്ചവടത്തിന് പോകുന്ന ആളെ സംബന്ധിച്ച് ഇങ്ങനെ രാജ്യങ്ങളും കൊട്ടാരങ്ങളൊക്കെ അങ്ങനെ ഇവരെ സമന്വയിപ്പിച്ച് ഒരു രാജ്യം ഉണ്ടാക്കാം എന്നാണ് മുഹമ്മദ് നബി. അപ്പൊ അതിന് കണ്ടുപിടിച്ചൊരു ഇതായിരുന്നു ഈ ഒരു അത് മാത്രമായിരുന്നു. അത് എന്റെ ഒരു നിരീക്ഷണത്തില് ഇതിൽ മുഹമ്മദിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഖദീജയാണെന്നാണ് എന്റെ ഒരു നിഗമനം. എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഖദീജയുടെ മരണം വരെയുള്ള മുഹമ്മദും ഖദീജയുടെ മരണശേഷമുള്ള മുഹമ്മദും രണ്ടാണ്.
ഖദീജയുടെ മരണം വരെ അള്ളാഹ് മുഹമ്മദിന് ഫേവർ ചെയ്തിട്ട് കാര്യമായ ആയത്തൊന്നും ഇറക്കിയിട്ടില്ല. അതെ, എനിക്ക് ചിലപ്പോ അധികം ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും എന്നെ വല്ലാണ്ട് അമേസ് ചെയ്തിട്ടുണ്ട്. ഉം. ഖദീജ അക്കാലത്തൊരു ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു വളരെ കേപ്പബിൾ ആയ ഒരാളായിരിക്കണം. കേപ്പബിൾ ആയിരുന്നു, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബിസിനസ് മൈൻഡഡ് പവർ ആയിരുന്നു. ഉള്ള ആളായിരുന്നു. ആ, ആ, അതേപോലെ തന്നെ അവർക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ അതെ. മേലൊക്കെ. ഉം. അപ്പൊ മുഹമ്മദിനെ ആ പ്രദേശത്തിന്റെ രാജാവാക്കണം എന്ന ഖദീജയുടെ സ്വപ്നത്തിലായിരുന്നു ആ. എന്നാണ് ഞാൻ ഉം. ഇതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ ആ സമയത്ത് ഈ ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ സിനിമ ഒന്ന് റീകളക്ട് ചെയ്യുമ്പോൾ ഓർമ്മ വരിക ഉം. ട്രാൻസ് സിനിമയിലെ ഫഹദ് ഫാസിലിനാണ്. ആ. ഞാൻ എൻ്റെ അമ്മോ. മനസ്സിലായി, അത് ഉം. അതിന്റെ ഒരു എലമെന്റ് അതിനകത്തുണ്ട്. ഉം. പക്ഷെ ഇതിന് ആകത്തുകയിൽ നോക്കിയാൽ ഇതൊരു ബാഹുബലി സിനിമയാണ് താനും. അതെ, അപ്പം കറക്റ്റ്. അല്ല, അതെ. അപ്പൊ എന്നോട് ഞാൻ ഇത്രയും സംസാരിച്ചതൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഉം, ഞാൻ എന്നോട് തന്നെ കൺവിൻസ് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ഉം, 5 നേരം പ്രാർത്ഥിക്കാതെ തന്നെ ഉം, ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. ഉം, അങ്ങേയറ്റം ഉം, എല്ലാ നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാം ഉം, നമുക്ക് നാളെ എന്തെന്നോ. ഉം, ലിയാഖത്ത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശാസ്ത്രം ഇനിയും പലതും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഉം. നമ്മള് അപ്പോൾ ആ ഒരു രീതിയിൽ ഇവര് ഈ പറയുന്ന ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാർ എത്തിപ്പെടുന്നില്ല. അവർക്ക് ഈ 5 നേരം നിസ്കാരം കഴിഞ്ഞ് ബാക്കി നേരം എല്ലാ തോന്നിയാസവും ചെയ്യാവുന്ന ആൾക്കാരാണ് പഠിപ്പിക്കാൻ വരുന്നത് എന്നുള്ളതാണ്. ഉം. അത് ഈ സാങ്കല്പിക കഥയുടെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. അത് അവര് സാമൂഹ്യ ഉം. യാഥാർത്ഥ്യത്തെ ബേസ് ചെയ്തിട്ടല്ല. ഇപ്പൊ ഇവര് ഉം. പറയല്ലോ നന്മ ചെയ്യണ കാര്യം. ഇവര് ഉം. നന്മ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരാള് വഴിയിൽ വിശന്നിരിക്കുന്ന കാണുന്നു. ഉം. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ തോട്ട് വരാണ്, ഞാൻ ഇന്ന് ഇയാൾക്കൊരു ഊണ് മേടിച്ചു കൊടുത്താൽ ഉം. നാളെ എനിക്ക് ചിലപ്പോൾ ഇതിന് പ്രതിഫലം കിട്ടും. അല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടില്ലല്ലോ, ഇന്ന് വാങ്ങിച്ചു അല്ല, കൊടുത്താൽ അങ്ങനെ മതിയല്ലോ. ചെയ്യുമ്പോ കിട്ടുന്നതിനേക്കാൾ സംതൃപ്തി ഉം. നമ്മളെ സഹജീവിയാണ് വിശന്നിരിക്കുന്നത് അതെ, എന്ന അതാണ്. സഹാനുഭൂതി ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടും. അത് എനിക്ക് അങ്ങനെ കിട്ടുള്ളൂ. അത് എനിക്ക് ഇവർക്ക് നാളത്തേക്ക്. മനസ്സിലാവില്ല. ആ. അതാണ് ഇവര് അതുകൊണ്ടാണ് ഇവർക്ക് ഈ കാര്യങ്ങളില് ഇവർ വിചാരിക്കുന്ന പല പല വിശ്വാസികളുടെയും തെറ്റിദ്ധാരണ അവര് നന്മ ഉം. ചെയ്യുന്നത് മതം പറഞ്ഞുകൊണ്ടാണെന്നാണ്. അല്ല, നമ്മുടെ ഉള്ളിലൊരു അവരുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ട്. ആ ഒരു തോന്നലുള്ള സഹജീവിയോട് ഒരു കരുണ ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. കൊണ്ടാണ്. അതെ, അയാൾ മുസ്ലിം ആണെങ്കിൽ ചെയ്യും, അമുസ്ലിം ആണെങ്കിൽ ചെയ്യും. അതെ. മുസ്ലിം ആയിട്ടുള്ള സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും പള്ളു പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ എനിക്കറിയാം. ഭാര്യമാരെ ഉപദ്രവിക്കുന്നവരെ എനിക്കറിയാം. അതെ. കൂടപ്പറപ്പുകളോട് ഒരു തരത്തിലുള്ള ദയയും ദാക്ഷിണ്യം കാണിക്കാത്ത, സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത അയ്യോ. ഉം. എത്രയോ മൂല്യന്മാരെ എനിക്കറിയാം. ഉം. ഏഹ് ഈ അടുത്ത കാലത്ത് ഒരു 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 വലിയ ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വിൽപ്പന നടത്തിയ ഒരു വിശ്വാസി, അയാൾ അവസാനത്തെ ഒരു 10-15 ലക്ഷം രൂപ കിട്ടിപ്പോരാൻ അയാൾ പെട്ട പാട് എന്നോട് പറഞ്ഞു. പടച്ചോനെ വരെ പറഞ്ഞ് പേടിപ്പിച്ചെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഉം. അപ്പൊ ഇങ്ങനത്തെ മൂല്യന്മാരെ എനിക്കറിയാം. ഉം. അപ്പൊ ഇത് ഓരോ ആളുകളുടെ ക്വാളിറ്റിയാണ്, വ്യക്തികളാണ് ഉം. ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ മതം പറഞ്ഞുകൊണ്ടല്ല. അതിന്റെ ഉം. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പലിശയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാറുള്ളത്. മതം പറഞ്ഞത് കൊണ്ട് തിന്മ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതാണ് കൂടുതലെങ്കിൽ പലിശ കൊടുക്കുന്ന മുസ്ലിങ്ങളുടെ ശതമാനം ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു 5-10% വരാൻ പാടുള്ളൂ. ഉം. പലിശയുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ മുസ്ലിങ്ങള്. അതെ, അതേ സമയത്ത് പലിശയുമായി ബന്ധപ്പെടാത്ത മുസ്ലിങ്ങളുടെ എണ്ണം ഒരു 5% പോലും ഇല്ലാന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതെ, കറക്റ്റ് ആണ്. ഇപ്പൊ ഈ പറയുന്ന ഉസ്താക്കന്മാരാണെങ്കിലും അവരും പൈസ തലയാണിന്റെ അടിയിൽ വെക്കാൻ പറ്റില്ലല്ലോ, അവരും ബാങ്കിലല്ലേ വെക്കുന്നത്. നിൽക്കുന്നത് അപ്പൊ അവർക്ക് ഈ ഞാൻ ബാങ്ക്. പണ്ട് ഒരു സ്ഥാപനത്തില് പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സമയത്ത് ഒരു ബാങ്കിന്റെ ഈ ഫിനാൻസിങ് പിന്നെ ഏജന്റ് ആയിട്ട്, മീൻസ് ഒരു ഷോറൂമിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ വന്നത് മണ്ണാക്കാട് പള്ളിയിലെ മെയിൻ പള്ളിയിലത്തെ വലിയ ഇമാമായിരുന്നു, ബൈക്ക് ലോൺ എടുക്കാൻ. അപ്പൊ ഞാനന്ന് ഭയങ്കര വിശ്വാസിയാണ്. പക്ഷെ നമുക്ക് അവസ്ഥ ഉള്ളതുകൊണ്ട് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഞാനൊക്കെ ഇത് ചെയ്യണ പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഈ 40,000 ഉറുപ്പ്യന്റെ ബൈക്കൊക്കെ പലിശക്ക് എടുക്കണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചേ. അതിനോട് അതൊക്കെ വേറെ കാര്യണ്ട്. അപ്പൊ അതാണ് പറയാ, അവരുടെ സൂക്ഷ്മത അത്രേ ഉള്ളൂ പറയാ. അതാ ഞാൻ നേരത്തെ മറ്റുള്ളവരുടെ ദീനിന്റെ പറഞ്ഞില്ലേ, കാര്യത്തിലൊക്കെ ഇവര് വലിയ പഠിപ്പിക്കുന്ന കാര്യമായിരിക്കും. അതെ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് അവർ. സ്വന്തം കാര്യം വരുമ്പം ഉം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇത്, കൈൻഡ്ലി അഡ്ജസ്റ്റ് ആണ് അവര്. അതെ. അപ്പൊ ഇത് ദീനും ദുനിയാവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് അത്. എല്ലാരും അതെ. ഓരോരുത്തരും ഓരോരോ സാഹചര്യത്തിലാണ് ചെയ്യുന്നത്. വിശ്വാസികളുടെ ദീനും ദുനിയാവും വേറെ കൊലത്തിലാണ്, മറ്റുള്ളവര് ടെ അവസ്ഥയും വേറെ രീതിയിലാണല്ലോ. അത് ഒരു ഞാൻ ഒരു പറയണത്, ഈ ഒരു സംതൃപ്തി മനസമാധാനം എന്നൊക്കെ പറയണത് നമ്മളുടെ ഒരു എന്താ പറയാ
എന്താ അതിന് പറയാ, ഇപ്പം നമ്മൾ ഇന്നേറ്റ് ആയിട്ടുള്ള നമ്മുടെ കുറെ വാല്യൂസ് ഉണ്ട്, നമ്മളുടെ ഉം, ഉം, ഫീലിങ്സ് ഉം. ഉണ്ട്. അതിനോട് സമരസപ്പെട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ സാധനം ഉള്ളൂ. അല്ല അതെ, അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ കൂടെ ഒരു ഫ്രണ്ട് ഭയങ്കര ദീനിയായ ഒരാള്. അപ്പോൾ ഉം, ജുമാന്റെ സമയമായപ്പോൾ പള്ളി കയറണം. ഇപ്പോൾ റോഡ് അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുള്ളത്. ഉം, അപ്പോൾ അവനവിടെ ഒരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് പോവാ. ഞാൻ പറഞ്ഞിട നീ ഇവിടെ വണ്ടി ഇട്ടാ ബാക്കി വണ്ടി എങ്ങനെ പോകും? ഉം. അല്ല അത് പള്ളിന്റെ സമയത്താവുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഒരു ആംബുലൻസിന് പോകണമെങ്കിലോ? അപ്പോൾ അവൻ പറയാ ആംബുലൻസ് വെയിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഇത് നമ്മളിപ്പോ വിമർശനമായിട്ട് പറഞ്ഞവര് പറയും അവന് ഈ ദീന് തിരിഞ്ഞിട്ടില്ല, പിന്നെ ഏറ്റവും വലിയ നന്മ വഴിയിലെ തടസ്സം നീക്കുന്നവനാണെന്ന് നബി വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, പറഞ്ഞ ഇവരുടെ പോലെ എനിക്ക് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടൂല. യോജിപ്പിക്കുകയില്ല, എനിക്ക് മാതൃകയാക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ കോൺട്രാഡിക്ഷൻ മുഹമ്മദ് നബിന്റെ ജീവിതത്തിലും വാക്കിലും ഉണ്ട്. ആ അല്ല, ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്. പലരെയും ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ നല്ല കാര്യങ്ങൾ പറയാം. അപ്പം എനിക്ക് അവിടെ പോലും പല കോൺട്രഡിക്ഷനും ഈ പറഞ്ഞ കൈൻഡ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ കാണും. അപ്പൊ പിന്നെ ഉണ്ടോ? അവരും ഞാനും തമ്മിൽ പിന്നെ വ്യത്യാസമില്ല. ഇല്ല. അല്ല, നിങ്ങൾ അവര് ആകെയുള്ള വ്യത്യാസം നിങ്ങൾ വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് മാത്രമാണെന്നേ. ആ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതേ സമയത്ത് ഈ വിശ്വാസം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ചില തെറ്റായ സ്വാധീനം എന്താന്ന് ഇപ്പം ഇത് പറയുന്നവർക്ക് മനസ്സിലാവും. ഇപ്പൊ സഹായിക്കാൻ മനസ്സുള്ളവനും ധനത്തിന്റെ 2.5% സക്കാത്ത് എന്ന രീതിയിൽ ചെലവാക്കുമ്പോൾ അവിടെ ജാതി മതവും നോക്കാൻ നിർബന്ധിതനാവും. അതാണ് സഹായിക്കാൻ മനസ്സുള്ളവനെ ഇത് ചെയ്യുള്ളൂ, അതെ കൊടുക്കാൻ മനസ്സുള്ളവനെ കൊടുക്കുള്ളൂ. കൊടുക്കുള്ളൂ. അതെ സക്കാത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ ആൾക്കാര് സദക്ക വാങ്ങുന്നതല്ലാതെ സക്കാത്ത് കൊടുക്കണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അത് നമുക്ക് അറിയാണ്ട് പറയാൻ പറ്റുമോ? അല്ല, സക്കാത്ത് കൊടുക്കാൻ ദാനധർമ്മങ്ങൾ കളക്ട് ചെയ്യുന്നതല്ലാതെ സക്കാത്ത് വിതരണം ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. അവരെ സ്വന്തം സ്വത്തിൽ നിന്ന്. അവരുടെ സ്വന്തം സ്വത്ത് എന്നാണ് പറഞ്ഞത്, സ്ഥാപനം കൊടുക്കുന്നതിനെ കുറിച്ചല്ല ചോദിച്ചത്. പേഴ്സണൽ വെൽത്ത്. അതെ, ഏത് മൂല്യന്മാരാണ് അങ്ങനെ പിന്നെ സക്കാത്ത്? അപ്പൊ അവര് പറയും സക്കാത്ത് രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമേ അല്ല. സക്കാത്ത് പരസ്യമായിട്ടൊക്കെ തന്നെ ചെയ്യാം. കാരണം അത് ഒരു സാമൂഹികമായിട്ടുള്ള ബാധ്യതയാണല്ലോ ഒരാളുടെ. കൊടുക്കേണ്ടത് അറിഞ്ഞു തന്നെ ചെയ്യേണ്ട സാധനം. അത് എഴുതി വെച്ച ബാധ്യതയാണല്ലോ. അതെ, ദാനധർമ്മങ്ങളാണ് ആരും അറിയാതെ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട്. അറിയാം, ഈ പല സംഭവങ്ങളിലും ഇവരുടെ കോൺട്രാഡിക്ഷൻ വളരെ വ്യക്തമാണ്. എന്തായാലും നടക്കട്ടെ. സംസാരിച്ച് ഇത്രയും നേരം എന്താ പറയാ സമയം തന്നതിന് ഒരു വലിയ താങ്ക്സ്. നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. എപ്പോഴെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ശരി. താങ്ക് യു. താങ്ക് യു. ബൈ.